പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇസ്രായേലിൽ ഈശോ മാമുദീസ സ്വീകരിച്ച യോർദാൻ നദിയിലാണ്. ഇവിടെ വെച്ചാണ് സ്നാപക യോഹന്നാനിൽ നിന്ന് നമ്മുടെ കർത്താവ് മാമുദീസ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയും ക്രിസ്ത്യാനികൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് മാമുദീസ സ്വീകരിച്ച കത്തോലിക്കർക്കെല്ലാവർക്കും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരിടമാണ് യോർദാൻ നദി എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. യോർദാൻ നദിയുടെ പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഈ പ്രദേശം, ഈ ഒഴുകുന്നത് യോർദാൻ നദിയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയും സാധാരണഗതിയിൽ വിശുദ്ധ നാടുകളിലേക്ക് വരുന്നവർ തങ്ങൾ സ്വീകരിച്ച മാമുദീസ വ്രതം നവീകരിക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ പ്രദേശം സ്നാപക യോഹന്നാൻ മാമുദീസ നൽകിയ പ്രദേശമായി യോർദാനിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും നമ്മുടെ കർത്താവിൻ്റെ മാമുദീസ സ്വീകരിച്ച ഈ സ്ഥലം നമുക്കെല്ലാവർക്കും ഏറെ വിശുദ്ധമായി ഓർമ്മകൾ നൽകുന്ന ഇടമാണ് എന്നത് ആരോടും പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ പതാക നിങ്ങൾക്ക് കാണാം. നമ്മൾ യോർദാൻ നദിയിലേക്ക് ഇറങ്ങുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യോർദാനിൽ പ്രാർത്ഥിച്ച് കടന്നു വരുന്ന ഭക്തജനത്തെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നായി യോർദാൻ നദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയും നമുക്കെല്ലാവർക്കും സന്തോഷത്തോടുകൂടെ സ്നാപക യോഹന്നാനിൽ നിന്ന് ഈശോ മാമുദീസ സ്വീകരിച്ച യോർദാൻ നദിയുടെ വിശുദ്ധമായി കണക്കാക്കപ്പെടുന്ന വെള്ളത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ പ്രദേശത്ത് നിന്നുകൊണ്ടാണ് സ്നാപക യോഹന്നാനിൽ നിന്ന്